ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങളായല്ലേ ഒരു വീഡിയോ ആയിട്ട് കണ്ടിട്ട്. ഓരോ തിരക്കുകൾ കാരണമാണ് കേട്ടോ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. പിന്നെ മഴയായിരുന്നു. ഇന്ന് മഴയൊന്നും പെയ്തില്ല, നല്ല വെയിലായിരുന്നു. നമുക്കിന്ന് പശുവിൻ്റെ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. നമുക്ക് പോകാം. ഇന്ന് നമ്മുടെ കുറച്ച് തടി ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം ഒന്ന് വെട്ടി. കൈതക്കകത്ത് നിന്ന് ആഞ്ഞിലിയായിരുന്നു. ഇന്നാണത് വെട്ടിയത്. കണ്ടില്ലേ, നമ്മുടെ റബ്ബറിൻ്റെ 1-2 കമ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ലാതെ വെട്ടി ചാടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തെങ്ങിൻ്റെ കുറച്ച് ഓലയും പോയിട്ടുണ്ട്. വലിച്ചിട്ടപ്പോഴത്തേക്കും ആ ഓലമടലെ തട്ടിയിട്ട് ഓലമടൽ ഇരിഞ്ഞിങ്ങ് പോകുന്ന. ഇനിയിപ്പോൾ തെങ്ങ് നന്നായിട്ട് കായ്ച്ചോളും. എരമ്പെല്ലാം പോയില്ലേ, അതുകൊണ്ട് ഇനിയിപ്പം തേങ്ങയൊക്കെ നന്നായിട്ടുണ്ടായിക്കോളും. തേങ്ങയ്ക്ക് എന്താ വിലയല്ലേ. നമുക്ക് പിന്നെ ഈ തെങ്ങൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തേങ്ങയ്ക്ക് അത്ര വലിയ ദാരിദ്ര്യം ഉണ്ടായില്ല, ബുദ്ധിമുട്ട് അങ്ങനെ അനുഭവപ്പെട്ടില്ല. നമ്മുടെ തൊഴുത്തിലേക്ക്, വീട്ടിൽ നിന്ന് തൊഴുത്തിലേക്ക് കയറിപ്പോകുന്ന വഴിയാട്ടോ. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ഇച്ചിരി ദൂരെ. കാണുന്നതാണ് നമ്മുടെ വീട്. ഇതാണ് നമ്മുടെ വീട്. അവിടുന്ന് തൊഴുത്തിങ്കലേക്ക് വഴിയുണ്ട്. കുറച്ച് ദൂരമുണ്ട് കേട്ടോ നടക്കാൻ. രാവിലെ ഞാൻ ഇങ്ങനെ ഇതിലെ കൂടെ തനിയെ നടന്ന ഇങ്ങ് വരുന്നത്, പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതിലിങ്ങ് വന്ന് ഇവിടെയാണ് നമ്മുടെ തൊഴുത്ത്. ഇത് പഴയ വീടിൻ്റെ തൊഴുത്താട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ള, ഒരു 40 വർഷം പഴക്കമുള്ള ഒരു തൊഴുത്തായത്. അപ്പടി പോയി. ഇനിയിപ്പം നല്ല ഒരെണ്ണം പണിയേണ്ടി വരും. അപ്പടി പോയി തൊഴുത്തല്ല. വെള്ളം കുടിച്ചോടി. വെള്ളം ഞാൻ കൊടുത്തേച്ചങ്ങ് പോയതേ ഉള്ളൂ കേട്ടോ. ഞാൻ അയൽക്കൂട്ടത്തിന് പോയിട്ട് വന്നത്, അതുകൊണ്ട് വെള്ളം കൊടുക്കാൻ താമസിച്ചു പോയി. കുടിച്ചോ നോക്കട്ടെ. മിടുക്കി, വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചോടി. എണ്ണേ, ഇന്ത്യ നിൻ്റെ മോൻ. അവനെ നമ്മൾ പറമ്പിൽ കെട്ടിയേക്കും കേട്ടോ. ചാണകം ഇട്ടിട്ടുണ്ടോ? ചാണകം ഇട്ടു. ഏതായാലും അതിനകത്ത് കയറി കിടന്നേച്ചില്ല, ഭാഗ്യം. മോന്ത മാറ്റിപ്പിച്ചേ. ഇനി അത് വാരിക്കളയണം, ഇല്ലെങ്കിൽ മേത്തെല്ലാം ചാണകമാക്കും. ഇതൊരു പ്രധാന പ്രശ്നം എന്നാന്ന് ചോദിച്ചാണ്ടല്ലോ, ഈ പശുവിന് നല്ല വെളുത്ത കളറായോണ്ടേ നമുക്ക് എത്ര തേച്ചാലും കുളിപ്പിച്ചാലും ആ ചാണകത്തിൻ്റെ കളർ ആ മേത്തൊന്നും പോകത്തില്ല. ഞാൻ ചിലപ്പോൾ ഓർക്കും ഇത് കറുത്ത പശുവായിരുന്നെങ്കിൽ എന്ത് എളുപ്പമുണ്ടായിരുന്നു. കുളിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര നേരം എടുത്താണ് കുളിപ്പിച്ച് കയറ്റുന്നത്. കറുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും അങ്ങ് മല്ല് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ച് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചങ്ങ് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് തേച്ചരച്ച് കുളിപ്പിക്കണം, നമ്മുടെ ഇടപാട് തീരും. അങ്ങനെ ഒരു മണ്ടത്തരം എനിക്ക് പറ്റി. അല്ലേടി കൊച്ചേ, അല്ലേടി കൊച്ചേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ. നമുക്ക് ഈ കളർ അങ്ങൊന്ന് മാറ്റിയാൽ മതിയായിരുന്നു. ഡി ഇങ്ങോട്ട് നോക്കി. ഈ മൂക്കയറൊക്കെ ഞാൻ കെട്ടിയതാട്ടോ, ഞാൻ തന്നെ കിട്ടുന്ന. കാണുമ്പോൾ അറിയാമല്ലേ, എൻ്റെ ചിത്രപ്പണികളൊക്കെ കണ്ടാൽ അറിയാമല്ലേ. ഇങ്ങോട്ട് കൊണ്ടുവന്നേ നോക്കട്ടെ. കണ്ടോ എത്ര ചുറ്റാന്ന്. ഇനി നമുക്ക് മണിക്കുട്ടനെ ഒന്ന് പോയി നോക്കാവേ. മണിക്കുട്ടനെ പറമ്പിൽ നിന്ന് അഴിച്ചില്ല കേട്ടോ. അവൻ്റെ അമ്മയെ ദൂരെ കൊണ്ട് കെട്ടിയേക്കുമായിരുന്നു. അവനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഇവിടെ അങ്ങ് കെട്ടി. പിന്നെ വെള്ളമൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തു. വെള്ളം കുറച്ച് കുടിച്ചു. ഇവിടുത്തെ പുല്ലൊന്നും അങ്ങനെ തിന്നില്ലല്ലോ. എന്നാടാ മണിക്കുട്ടാ, മണിക്കുട്ടോ, കാല് കാണിച്ചേടാ. കാല് കാണിച്ചേ, കാല് കാണിച്ചേ നോക്കട്ടെ. മോന്ത വേണ്ടി പിടിക്കടാ. കാല് പഴുപ്പൊക്കെ അങ്ങ് പോയി കേട്ടോ. കരിയാൻ തുടങ്ങിയിട്ടുണ്ട്. മരുന്ന് തീർന്നു. ആൻറ്റിബയോട്ടിക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ കാലയിൽ മറ്റേ സ്പ്രേ അടിച്ച് കൊടുക്കുന്നുണ്ട്.
ഈച്ചയൊന്നും അടുക്കുന്നില്ല. എന്നാണെങ്കിൽ കരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ചോര വരുന്നതും നിന്നു, ആ പഴുപ്പും നിന്നിട്ടുണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല. തീറ്റയൊക്കെ കൊണ്ടു കൊടുത്ത് അവൻ തിന്നുന്നുണ്ട്. തന്നെ അങ്ങ് പറിച്ച് തിന്നാൻ അവന് മടിയാ. ഇല്ലടാ, തന്നെയൊന്നും അവൻ പറിച്ച് തിന്നത്തില്ല കേട്ടോ. എന്നാലും കുറേയൊക്കെ തിന്നു കേട്ടോ. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കടിച്ചു തിന്നുക. രാവിലെ ഇതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു ഇവിടെ പള്ള. ഈ കാണുന്ന നമ്മുടെ പഴയ പെരയാട്ടോ. പഴയ പെര ഇവിടെയായിരുന്നു. അത് കിണറാ, പച്ച നെറ്റിട്ട് കാണുന്നത് കിണറാട്ടോ. അതിനകത്തുനിന്ന് നമ്മളിപ്പോഴും വെള്ളം എടുക്കുന്നത്. എന്നാടാ ഇരിക്കാൻ വരുവാണോ നീ ഇപ്പം തന്നെ? അവിടെ നിൽക്ക്. ഇപ്പം കൊണ്ടുപോകാവേ. നേരെ 5:30 ആയി. അതാ അവൻ അമ്മയെ കാണാനിട്ട. ഓയ്, ഞാനിപ്പോൾ കുഴിക്കാത്ത വീഴുവാടാ. റബ്ബർ കുഴിക്കാത്ത വീഴുമെന്നാണ് തോന്നി പുറകോട്ട് നടന്നതാണെന്ന്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പെരത്തറയാട്ടോ. പണ്ടത്തെ ആ വീടിൻ്റെ പെരത്തറ ഇത്. പണ്ട് ഇവിടെ ഞാൻ വരുമ്പോൾ ഇവിടെ റബ്ബറൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിവിടെ റബ്ബർ വെച്ച് ഇപ്പോൾ അത് വെട്ടുന്നുണ്ട്. ഇത് ഇത്രയും ഭാഗം പഴയ പെരയുടെ തറയാ, ഇവിടം വരെ. തിണ്ണെ നിന്നുകൊണ്ടാണ് പണ്ട് വെള്ളം കോരിക്കൊണ്ടിരുന്നത് കിണറ്റിൽ നിന്ന്. ഇതൊക്കെ പെരത്തറയാണ്. അവിടെ നിന്ന് ഇവിടം വരെ ഉണ്ടായിരുന്നു പെരയുടെ നീളം. അവിടെ പെരത്തറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ പഴയ ബാത്റൂം, പഴയ വീടിൻ്റെ ബാത്റൂമാണേ. അതൊക്കെ അപ്പടി പോയി, അപ്പടി ഇടിഞ്ഞ് വീഴാറായി. അതിൻ്റെ ആ മേൽക്കൂരയൊക്കെ കണ്ടില്ലേ. അതിനകത്ത് ചുമ്മാ കുറച്ച് വിറക്, ചിരട്ട, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കച്ചി, അതൊക്കെ വെക്കുമായിരുന്നു. വേനൽക്ക് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മോൾഭാഗം എല്ലാം പോയി, അപ്പടി ചോരും. അപ്പം നമ്മുടെ ഈ പഴയ വീടിൻ്റെ മുറ്റത്തായിട്ടായിരുന്നു ഈ തൊഴുത്ത് കേട്ടോ. നോക്കിയേ, കണ്ടില്ലേ തൊഴുത്ത്? പഴയ വീടിൻ്റെ മുറ്റത്തായിട്ട് വരും. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഉള്ള നമ്മുടെ വീടിനേക്കാളും കുറേ ദൂരത്താണ് ഞാൻ പറഞ്ഞത് തൊഴുത്ത്. അവിടെ തന്നെ ആയിട്ട് നമുക്ക് മിഷൻ പെരയുണ്ടേ, കാണാം. ഇത് തൊഴുത്തിനോട് ചേർന്ന് തന്നെ കേട്ടോ നമ്മുടെ മിഷൻ പെര. 2 തരം മിഷനുണ്ട്. ഒന്ന് ഷീറ്റ് കനം കുറയ്ക്കാനുള്ള മിഷനും, പിന്നെ ഇത് കണ്ടോ, ഇത് അച്ചടിക്കാനുള്ള മിഷൻ. നമ്മൾ ഷീറ്റെ കണ്ടിട്ടില്ല ഇങ്ങനെ ഈ പാട് വരുന്നത്, അത് ഈ മിഷനിലാണ് കേട്ടോ. ഒടുവിൽ ഈ മിഷന് വെച്ചടിക്കുമ്പോഴത്തേക്കാണ് ഷീറ്റിൽ അങ്ങനെ ഒരു പാട് വീഴുന്നത്. ഇതൊക്കെ ആസിഡാ കേട്ടോ ഇരിക്കുന്നത്. ഷീറ്റ് ഉറയ്ക്കുമ്പോൾ അതിനകത്ത് ഒഴിക്കുന്നതാണ് ഈ ആസിഡല്ല. ഇതാണ് ഷീറ്റ് കനം കുറയ്ക്കുന്ന മിഷൻ. ഇവിടത്തേലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയിലോട്ട് ഷീറ്റ് കയറ്റി വയ്ക്കും. എന്നിട്ട് ഇതിന് ഒരു പിടിയുണ്ട്. ആ പിടി ഇങ്ങനെ വെച്ചിട്ട് കറക്കുമ്പോഴത്തേക്കിനും ആ ഷീറ്റ് ഉള്ളിലോട്ട് കയറിപ്പോയി ആ ഷീറ്റിൻ്റെ കനം കുറയും. കനം കുറഞ്ഞിട്ട് വരും. അത് വീണ്ടും എടുത്ത് വീണ്ടും വെച്ചിട്ട് ഈ മുകളിലൊരു സംഭവമുണ്ട്, ഇത് കണ്ടോ, ഇത് ഇങ്ങനെ മുറുക്കുകയും ഇതിപ്പം അയച്ചു, ഇപ്പം മുറുക്കി. ഇതിൻ്റെ വിടവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊരു വിടവുണ്ട്. ആ വിടവ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ സംഭവമാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഷീറ്റ് കയറ്റി വെച്ച് എത്ര കനം കുറയ്ക്കണോ അത്രയും കനം കുറച്ചിട്ട് ഇത് മുറുക്കി അടിച്ചെടുക്കും. അടിച്ചെടുത്തിട്ട് ഒടുവിലാണ് നമ്മൾ ഈ അച്ചടിക്കുന്ന ഇതിനകത്തൂടെ കയറ്റി വിട്ടിട്ട് അടിച്ചെടുക്കുന്നത്. ഇത് നല്ല അടുപ്പിച്ചാട്ടോ വെച്ചേക്കുന്നത്. അത് കണ്ടില്ല, ഇതിനിടയ്ക്ക് വിടവ് അത്രയും കുറവാണ്. അപ്പം നല്ല നൈസായിട്ടുള്ള ഷീറ്റ് കിട്ടും. നമുക്ക് ഷീറ്റ് നോക്കാം. ഇതിന്ന് വെട്ടിയതാട്ടോ, ഷീറ്റല്ല, റബ്ബർ പാലുറച്ച് കൂട്ടി വെച്ചേക്കാം. കാണിക്കാവേ. തൈര് ഒറയൊഴിച്ച് വെക്കുന്ന പോലെ തന്നെ റബ്ബർ പാൽ ഒറയൊഴിച്ച് വെച്ചേക്കാം കേട്ടോ. ഇനി ഇത് നാളെ ആകുമ്പോഴത്തേക്കിനും ഇത് സെറ്റാവുള്ളൂ. സെറ്റായി കഴിയുമ്പോൾ എടുത്തിട്ട് ഇത് നമ്മൾ ഈ മെഷീനകത്തൂടെ ഈ പറഞ്ഞ പോലെ കറക്കിയെടുക്കും. എന്നിട്ട് ഇവിടെ അയയുണ്ട്, അയയിലോട്ട് വെള്ളം
പോകാൻ വേണ്ടി തൂക്കിയിടും. തൂക്കിയിട്ട് കഴിയുമ്പം എടുത്തു കൊണ്ടുപോയി ആ വെള്ളമെല്ലാം പോയി കഴിയുമ്പം മുറ്റത്ത് കൊണ്ടുപോയി വെയിലത്ത് നിരത്തിയിടും. എന്നിട്ട് അവിടുന്ന് പുകപ്പരയിലോട്ട് കൊണ്ടിടും. നമുക്കതിന് പുകപ്പര പ്രത്യേകമൊന്നുമില്ല കേട്ടോ. ചിമ്മിനിയുണ്ട്, ചിമ്മിനിക്കകത്ത് ഇടുക ചെയ്യുന്നത്. ഇങ്ങനെയാണ് റബ്ബർ പാൽ ഉറച്ച് വയ്ക്കുന്നത്. ഇനി നാളെ ആണോ അത് നല്ലപോലെ സെറ്റ് ആവാൻ. ഒരെണ്ണം തൊട്ട് കാണിക്കാം. കണ്ടോ, ഇത്രയും കട്ടിയായിട്ടുണ്ട്. നാളെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ കട്ടിയാവും. പിന്നെ തൊഴുത്തിന് മുകളിലായിട്ട് നമ്മളൊരു തേനീച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. തന്നെയാണ് വെച്ചതാണേ. ഇവിടെ കുറേ തേനീച്ച നടക്കുന്ന കണ്ടുകൊണ്ട്, തേനീച്ച പറക്കുന്ന കണ്ടുകൊണ്ട് ഞാനൊരു കലം കൊണ്ട് കെട്ടിത്തൂക്കിയിട്ടതാണ്. എന്നിട്ട് അതിനകത്തൊരു ട്യൂബും വെച്ച ട്യൂബ് വഴി ഇപ്പം കലത്തിനകത്തൂടെയാണ് തേനീച്ച എല്ലാം കയറുന്നത്. നമുക്കങ്ങനെ ഒരു കലം തേനീച്ച കിട്ടിയിട്ടുണ്ട്. ഇപ്പം വെച്ചിട്ട് 2 കൊല്ലമായി കേട്ടോ. ഇതുവരെ നമ്മളത് നോക്കിയിട്ടില്ല. ഈ വേനക്ക് നമുക്കൊന്ന് നോക്കണം, എന്തോരം തേനുണ്ടെന്ന് അറിയാലോ. കഞ്ഞിവെള്ളം കേട്ടോ. കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് ഗോതമ്പ് തവിടും തീരെ കുറച്ച് ഓക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ മണിക്കുട്ടന് ഇപ്പോൾ കുടിക്കാൻ കൊടുക്കുന്നത്. കുറച്ചൊക്കെ കുടിക്കും, കുറേയൊക്കെ അവിടെ ഇട്ടേച്ച് പോവും. കുടിച്ചേടാ, കുടിക്ക്. നേരെ സന്ധ്യ ആറായി, കുടിക്ക്. കുറേശ്ശെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഒന്നും കുടിക്കുകയല്ല കേട്ടോ. അപ്പം ഞാൻ ഒരു നേരമേ പാല് കൊടുക്കുന്നുള്ളൂ. രാവിലെ മാത്രമേ പാല് കൊടുക്കുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞും കൂടെ പാല് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പുല്ലും തിന്നിയല്ല, വെള്ളവും കുടിക്കുകയല്ല. അതുകൊണ്ട് ഒരു നേരം ആക്കിയിട്ടുണ്ട്. ചിലർ 3 മാസം വരെ പാല് കൊടുക്കാറുള്ളൂ. ഇവന് 3 മാസം ആകാറായി. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ 3 മാസം കഴിയും. ഏതായാലും 1 മാസം കൂടെ ഇച്ചിരി പാലൊക്കെ കുടിക്കട്ടെ. കുടിക്ക്. എന്നാ പറ്റി? നമുക്കിനി മണിക്കുട്ടൻ്റെ കാലിൽ ഇച്ചിരി മരുന്നും കൂടെ അടിച്ചു കൊടുക്കാവേ. മാറി നേടാ, കയറിങ്ക. കയറിയെന്നേ, മരുന്നടിച്ചു തരാം. കാണിച്ചേ കാല്. അടിച്ചു. ഇനി തൊഴുത്തി കുറച്ച് ചാണകം കൂടെ കിടപ്പുണ്ട്. അതുകൂടെ ഒന്ന് മാറ്റി വെച്ച് നമുക്ക് പോയേക്കാം. സന്ധ്യയായി. ഇതെല്ലാം ഇങ്ങനെ മാറ്റി ഞാൻ അങ്ങോട്ട് വെക്കും. ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് കയറി കിടന്ന് വെച്ചിട്ടേ മേല് മുഴുവൻ ചാണകമാക്കും. അപ്പം രാവിലെ നമ്മൾ കറക്കാൻ വരുമ്പോൾ നമുക്ക് നല്ല പണിയായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ സൈഡിലോട്ട് തള്ളി വെക്കത്തേ ഉള്ളൂ. ഒത്തേൽ ഏതായാലും കയറി കിടക്കത്തൊന്നുമില്ല. രാവിലെ വരുമ്പം കാണണം കോലം. വാലും കാമ്പും എല്ലാം ചാണകത്തിൽ പൊതിഞ്ഞ്. എനിക്ക് രാവിലെ നല്ല പണിയാട്ടോ. കുറേ നേരം കൊണ്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ടാണ് കറവ തുടങ്ങുന്നത്. എൻ്റെ കാലിൻ്റെ കരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നാളെ ഒന്നുകൂടെ ഒന്ന് പോയി വിവരം പറയാം. പഴുപ്പൊക്കെ മാറി കേട്ടോ. കുറഞ്ഞിട്ടുണ്ട്. എന്നാണേലും വേദനയും കുറഞ്ഞു, ആ ചോര എടുക്കുന്നതും പഴുപ്പ് വരുന്നതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ ഈ പുല്ല് തിന്നടാ. തിന്നെ. അവൻ ഇങ്ങോട്ട് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊച്ചായിരുന്നപ്പോൾ കെട്ടിയതാട്ടോ ഇത്. പഴഞ്ഞു പോയി. അതുകൊണ്ട് അവന് തലയിടാൻ പറ്റത്തില്ല. ഇനി ഇതൊന്നുകൂടെ മുകളിലോട്ട് കയറ്റി വെച്ച് കെട്ടിക്കൊടുക്കണം. എന്നാലേ അവന് തലയിടത്തുള്ളൂ. തലയിടാൻ നല്ല ബുദ്ധിമുട്ടായി. അങ്ങോട്ട് കെട്ടിക്കേ തല. ഞാൻ പുല്ലെടുത്ത് തിന്നേ.
ഇപ്പം സന്ധ്യ ആറായി കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇഷ്ടമായവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവർക്കും ബൈ.